എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ ഇൻട്രോ ദാ ഇവരോടൊപ്പമാണ് കേട്ടോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് കിച്ചൺ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ പോവാണ്. കിച്ചൺ ക്ലീൻ ചെയ്യലുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഡീപ് ക്ലീൻ ചെയ്യൽ. അപ്പൊ ഇന്നത്തെ വിശേഷം കിച്ചൺ ക്ലീനിങ് ആവാം. ഇനി കുറച്ച് സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആദ്യകൂട്ടനെ ചോറൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് വേണം കേട്ടോ തുടങ്ങാന്. റിജക്റ്റഡ്. എന്താ വേണ്ടാത്തേ? JCB ഇങ്ങനെ ഇട്ടേരുട്ടോ ആദ്യം എപ്പോഴും ഇല്ല. അങ്ങനെ ആദ്യക്കൂട്ടനെ ഒരു വിധം ചോറൊക്കെ കൊടുത്ത് ഓന് കളിക്കാൻ വേണ്ടി കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓൻ അവിടെ സോഫയിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. 3:20 ആകുമ്പോൾ മാളൂട്ടി വരും. മാളൂട്ടി വരുമ്പോഴത്തേക്ക് ഈ പരിപാടി എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കാര്യങ്ങളൊക്കെ തുടങ്ങി. അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്ന് പെറുക്കി എടുക്കാൻ കേട്ടോ. അടുപ്പ് എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കൈ കിട്ടുന്ന അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഞാൻ വേഗം അടുപ്പിൻ്റെ ഉള്ളിലോട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഒരുമിച്ച് എടുത്ത് കൊണ്ടുപോയി മാറ്റി വയ്ക്കുക ചെയ്യൽ. ഈ സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുവരുമ്പോൾ ഓൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അടുക്കി ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. നെയിൽ കട്ടറും ഓയിൽമെൻറ്റും ലൈറ്ററും ഇതൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഓനെ പേടിച്ച് ഇതായി ടോർച്ചൊക്കെ എടുത്ത് ഇവിടെ കറണ്ട് പോകുമ്പോൾ വലിയൊരു ഉപകാരമാണ്. ഇതൊന്നും കടത്തിയതാവും ഇതും കൂടെ കടത്തിന് വാങ്ങിയാണ്. തൽക്കാലം ആ സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഹാളിൽ ഡൈനിങ് ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മാറാല തട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. മാറാല വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണോണ്ട് മാറാല വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഏതായാലും ഈ പണിക്ക് നിന്നല്ലോ എഴുതിയിട്ട് മാറാലൊക്കെ തട്ടിയാണ്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ പെനോയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് നേറിപ്പോയിട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവുമല്ലോ, ആ സാധനം ഞാൻ ഇന്നലെ എടുത്ത് ഊരി കളഞ്ഞിരുന്നു. അത് ഓർമ്മയില്ലാണ്ട് ഞാനങ്ങോട്ട് ചെരിച്ചതാണ്. അതുണ്ട് എന്ന് കരുതി ചെരിച്ചതാണ്. അപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് കേട്ടോ ഓർമ്മ വന്നത്. അതിലില്ലല്ലോ, വേഗം ചെരിച്ച് ഇങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചാണ്ട് ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അടുപ്പ് വല്ലാണ്ട് കത്തിക്കാത്തതുകൊണ്ട് തന്നെ ചുമരുമ്മിലൊന്നും വല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു 2-3 വട്ടം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി തുടച്ചാൽ തന്നെ അത് വേഗം പോവും. മുന്നൊക്കെ ഞാൻ അടുപ്പ് കത്തിക്കുന്ന ടൈമിൽ കമ്പിച്ചണ്ടി ഒരള്ള സ്ക്രബൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം തുടക്കണേന്ന് കേട്ടോ. നല്ലോണം ഒരതി എടുക്കണേന്ന്. ഈ ടൈൽസും ഇത് പിടിച്ചാൽ പോരാൻ. പക്ഷേ ഇപ്പോൾ പിന്നെ കാര്യമായിട്ട് അടുപ്പൊന്നും കത്തിക്കാത്തത് കൊണ്ട് നാളെ ഞാൻ ഒരു 3 ദിവസം ഗ്യാസ് കഴിഞ്ഞപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ. അത് ഗ്യാസ് വന്ന അന്ന് തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ തുണി മുക്കിയാണ്ട് ഒക്കെ ഒന്ന് തുടച്ചെടുത്താണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലൊന്നും കാര്യമായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു 2-2.5 വർഷം ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഞാൻ അടുപ്പ് തീരെ കത്തിക്കാതെ ആയിട്ട്. അതിന് മുന്നൊക്കെ എപ്പോഴും അടുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഗ്യാസ് ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഞാനും അമ്മയും മാളൂട്ടി ആദ്യം ഞാനും അമ്മയെന്ന് കൂട്ടാം. ഞങ്ങൾ 2 ആൾക്ക് അടുപ്പൊന്നും കത്തിച്ച് അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതിനെക്കാളും നല്ലത് ഗ്യാസാണല്ലോ എഴുതിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ അടുപ്പ് ഉപയോഗിക്കല്ലേ. വിറക് വാങ്ങിയിട്ട് വേണം. ഒന്നാമത് നമുക്ക് ഇവിടെ വിറക് ഉണ്ടാക്കാനും വിറക് അങ്ങനെ തൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിറക് ഉണ്ടാക്കാനൊന്നും പോവില്ല, വാങ്ങലാണ്. അപ്പം ആ ഒരു സമയത്തിന് നമുക്ക് ഗ്യാസ് തന്നെ മതിയല്ലോ എഴുതിയിട്ട് അന്ന് പിടിച്ച പുകയാണ് കേട്ടോ. ചിമ്മിനീൻ്റെ മേലെ ആകെ പുക പിടിച്ചിട്ടുണ്ട്. ഈ അടുപ്പിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുക ഒന്നായിട്ട് പുറത്തേക്ക് വരെ വന്നാൽ എനിക്ക് അറിയാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ആകെ കരി പിടിച്ച് കിടക്കുന്നത്. ഈ വീടുണ്ടാക്കിയപ്പോൾ ഈ പൊടികളൊന്നും വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ജനലിൻ്റെ മേലേന്നു പൊടികളൊക്കെ നിരത്തി വെച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വരവിന് ഏട്ട വന്നപ്പോഴാണ് ഈ ഗ്ലാസ് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ പാത്രത്തട്ട് ഊരിയാണ്ട് അടിയിക്ക് വെച്ചതുകൊണ്ട് തന്നെ ജനൽ എപ്പോഴും തുറന്നിടും. അതുകൊണ്ട് പുറത്തുനിന്ന് റോഡാണല്ലോ അടുത്ത് തന്നെ, പൊടി നല്ലോണം പാറുട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ എപ്പോഴും തുടയ്ക്കണതാണ്. ഈ ഗ്ലാസ്സുമ്പോൾ ഇങ്ങനെ പൊടി തൂവി കിടക്കുന്നുണ്ടാവും. അതാ ഞാൻ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ വടിച്ചെടുത്ത് നോക്കിയത്. ആദ്യം എന്ന് പറഞ്ഞാൽ 3 ജനൽപ്പൊളിയും അടച്ചിടല, 2 എപ്പോഴും അടച്ചിടല. സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ കൊളത്തിയതുകൊണ്ട്. ഇപ്പം പിന്നെ അതെടുത്ത് അടിയിക്ക് വെച്ചതുകൊണ്ട് ഞാൻ 3 ജനൽപ്പൊളിയും തുറന്നിടും, വെളിച്ചം നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നല്ലോണം ആ പൊടി കയറുന്നത് ഇപ്പോൾ ഫീൽ ചെയ്യാനുണ്ട്. ജനൽ കമ്പിമേലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വേഗം പൊടി നിറയും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണോണ്ട് ഇപ്പോഴൊന്നും അധികം ഇതുമ്പോൾ പൊടിയില്ല. എന്നാലും പൊടി റോഡ് സൈഡ് ആയതുകൊണ്ട് മഴക്കാലം ആയതുകൊണ്ട് കുറവുണ്ട് കേട്ടോ. ഈ വേനലാണെന്നുണ്ടെങ്കിൽ ഇരട്ടിയായിരിക്കും പൊടി വരിക. ഇതിൻ്റെ ഇടയിൽ കൂടെ ആദ്യകൂട്ടന് ഒരു 100 പരാതിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ തിരിഞ്ഞു നിന്ന് ഓനോടാണ് വർത്താനം പറയണത്. ഓൻ്റെ പരാതികളൊക്കെ ഒന്ന് തീർത്ത് കൊടുക്കുകയാണ്.
ഒരുവിധം മേലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ, അതായത് ചുമര് തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് അടിഭാഗമാണ്. അടിഭാഗം കബോർഡിന്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പാത്രങ്ങൾ വെച്ച സ്ഥലവും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. പിന്നെ കബോർഡിന്റെ ഡോറുകളൊക്കെ ക്ലീൻ ചെയ്യണം. എനിക്ക് അതാണ് മെയിൻ പണി, കബോർഡിന്റെ ഉള്ളു വൃത്തിയാക്കൽ കേട്ടോ. ചുമരൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കബോർഡിന്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലോസ് അല്ലേ, പിന്നെ പാത്രങ്ങളൊക്കെ വെക്കല്ലേ, അപ്പൊ കൂറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചധികമല്ല കുറച്ചുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കലൊക്കെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യും, അതുകൊണ്ട് അധികം ഇടവർക്ക് പെറ്റ് പെരുകാനുള്ള ഒരു സമയം കൊടുക്കുകയല്ല, വേഗം ചെയ്യണോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഇനി അത് ചെയ്യട്ടെ. ബേക്കിംഗ് സോഡയും വിംജെല്ലും കൂടെ കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കബോർഡിൻ്റെ ഡോറ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു കബോർഡിൻ്റെ ഡോറിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞത് 18 വയസ്സിലാണ്. അപ്പോൾ ആ പ്രായത്തിലൊന്നും ഞാൻ ഇവിടെ ഒന്നും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കുക. 18 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു അന്തവും കുന്തവും പക്വത ഇല്ലാത്ത പ്രായമാണല്ലോ. എനിക്ക് അറിയില്ലേന്ന് ഇതൊക്കെ എന്തെങ്കിലും വീണ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് പാടാവുന്നൊന്നും. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അതായത് ഇങ്ങനെ പാട് പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. ഇപ്പം അതൊന്ന് പോകാൻ വേണ്ടി പല ലിക്വിഡുകൾ ഞാൻ ട്രൈ ചെയ്തു, ഒന്നുകൊണ്ടും വലിയൊരു ഗുണമൊന്നുമില്ല. കബോർഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതൊക്കെ എടുത്താണ്ട് ഞാൻ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ഉള്ളിക്കാൻ എടുത്തേക്കാൻ. ഇതെന്താ ഇത്രയും സാധനങ്ങളെന്ന് കരുതുണ്ടാവില്ലേ ഇപ്പം നിങ്ങൾ? എന്നാൽ ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാട്ടോ. ഞാൻ അങ്ങനെ ഓവറായിട്ട് സാധനങ്ങൾ കൂട്ടി വെക്കണ ഒരാളേ അല്ല. നമുക്ക് എന്താ ഉപകാരം അത് വെക്കുക, ബാക്കിയുള്ളത് കളയുക എന്നുള്ളൊരു പ്രകൃതമാണ് എൻ്റെത്. അതേപോലെ തന്നെ ഇവിടെ അടുക്കളയിലാണെങ്കിലും വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ചെറിയ കുടുംബമല്ലേ, അപ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഗ്രോസറി ഒക്കെ വാങ്ങുമ്പോൾ കുറച്ച് അധികം ഉള്ളത് ഇട്ടേച്ച ഡബ്ബയും പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന ടാങ്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതുള്ളൂ. പിന്നെ പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണ മാതിരി തോന്നുന്നത്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ കൂറയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം ഞാനിത് ഇപ്പോൾ വെള്ളമൊക്കെ തോർന്ന് പോയിട്ടാണ് കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കില്ല. അതേപോലെ തന്നെ എടുത്താണ്ട് വെക്കുമ്പോൾ നനവ് ഇങ്ങനെ തട്ടുമ്പോൾ കൂറൊക്കെ കൂടുതലുണ്ടാവുമല്ലോ. ഇപ്പോൾ പിന്നെ ഞാൻ നനവൊക്കെ പോയതിന് ശേഷം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് കൂടുതലുണ്ടായിരുന്നത് ഉറക്കുത്തം പൊടിയാണ്. നിങ്ങളവിടെയൊക്കെ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. ഈ മരം ഇങ്ങനെ പൊടിയായി വീഴൂലേ. തുടച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് ഗ്യാസും കുറ്റി വെച്ചതിൻ്റെ കറി. ബാക്കി എല്ലാതും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു വിധം. ഇനി ഞാനിതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. കാരണം മോള് വരാൻ ഏകദേശം സമയമായി തുടങ്ങി. അപ്പോൾ ഇനി വീഡിയോ എടുത്തത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓള് വരുമ്പോഴത്തേനൊക്കെ ഇത് കഴിയൂല ചെയ്തിട്ട്. ഓള് വരുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ട്. അപ്പം എന്നാലും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം. മാളൂട്ടി വരാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. ഓള് വരുമ്പോഴത്തേന് എല്ലാതും ഒന്ന് ക്ലീൻ ചെയ്ത് നിലം കൂടെ തുടച്ചിട്ടിട്ട് വേണം ഒക്കെ ഒന്ന് റെഡിയായി നിൽക്കാൻ നേരിട്ട് ഞാൻ വേഗം കാര്യങ്ങൾ ധൃതിയിൽപ്പെട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പാവൻ്റെ ആദ്യക്കുട്ടന് ഇന്ന് പാലും കൊടുത്തിട്ടില്ല. രാവിലെ നീച്ചിട്ട് പാൽ കുടിച്ചിട്ടേ ഇല്ല കുട്ടി. ചോറ് തിന്നിട്ടുണ്ട്, പിന്നെ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ നുറുങ്ങുന്ന സാധനങ്ങൾ തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും അവൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങണമല്ലേ, ആ സമയത്ത് ഞാൻ ഈ ക്ലീനിങ്ങിന് നിന്നും ചെയ്തു. അപ്പോൾ ഒരു വിധം അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അച്ഛമ്മേൻ്റെ ഒപ്പം തല്ലുകൂടുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വിധം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും ഓനും തന്നെ ഒന്ന് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒക്കെ ഒന്ന് തുടച്ചിടട്ടെ എഴുതിയാണ്ട് കാര്യങ്ങളൊക്കെ സ്പീഡ് കൂട്ടി ചെയ്യുകയാണ്. മുറ്റത്ത് നല്ല മഴയും കിട്ടും. അതിൻ്റെ ഇടയിൽ കൂടെ തുടപ്പെടുക്കാൻ പോയപ്പോൾ ഞാൻ ആകെ നനഞ്ഞും ചെയ്തു. കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതും നനഞ്ഞു. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എടുത്തേക്ക്. ഇത് കണ്ടില്ലേ, നിരത്തി വെച്ച പാത്രങ്ങളൊക്കെ ഞാനിതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സഞ്ചിയിലുള്ളത് ഗോതമ്പ് പൊടിയും അമൃതം പൊടിയും ഒക്കെയാണ് കേട്ടോ. ആദ്യക്കുട്ടന് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ അതൊക്കെ അവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഡൈനിങ് ടേബിളിലും ഉണ്ട്. അത്ര പാത്രങ്ങളേ ഉള്ളൂ. എല്ലാം ക്ലീൻ ചെയ്ത് ഇതാ ഇങ്ങനെ ഒന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു ലെവൽ തന്നെയാണല്ലേ. അത്രയും നേരം നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇടങ്ങേറ് ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് വന്ന് നോക്കുമ്പോൾ അത് എല്ലാതും തീരും. എൻ്റെ പോലെ നിങ്ങളെ ക്ലീനിങ് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാലോ. ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം 3:30. രാജിക്കുട്ടനെ നല്ലോണം ഒടുക്കം വന്നിനി അല്ലേ. അപ്പൊ ഇനി മാളൂട്ടി ഇപ്പൊ വരും. മാളൂട്ടി സ്കൂളിൽ പോയപ്പോ കറി ഉണ്ടാക്കി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് നിന്നതാട്ടോ. അപ്പൊ അതാ മാളൂട്ടി വന്നു, ചായക്ക് കിടന്നിട്ടുണ്ട്. ഞാനൊന്ന് മേല് കഴുകി ഒന്ന് സമാധാനത്തിൽ ഒരു ചായക്ക് കുടിച്ചിരിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പൊ പണീന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കൂടെ ആദ്യക്കുട്ടനെ മാനേജ് ചെയ്യണം, അമ്മേനെ മാനേജ് ചെയ്യണം, എല്ലാതും കൂടെ ആയപ്പോത്തിന് ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല.
അപ്പൊ മാളൂട്ടിയിലൊന്ന് മേലൊക്കെ കഴുകി ഇനിയിപ്പൊ ചായയൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പൊ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.